ഹലോ, എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജനുവരി 2 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പാക് അധീന പഞ്ചാബിലെ ചഷ്മയിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? പാക് അധീന പഞ്ചാബിലെ ചഷ്മയിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം അത് ചൈനയാണ്. പാക് അധീന പഞ്ചാബിലെ ചഷ്മയിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം അത് ചൈനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വംശജർ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രം ഏതാണ്? ഇന്ത്യൻ വംശജർ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രം മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ വംശജർ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രം മൗറീഷ്യസ്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശതാബ്ദി വേഗ മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശതാബ്ദി വേഗ മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി നടത്തിയത് എവിടെ വെച്ചായിരുന്നു? അത് ഒഡീഷയുടെ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ശതാബ്ദി വേഗ മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസനായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസന പുരസ്കാരം 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണെങ്കിൽ 2024 PK വീരമണിദാസനായിരുന്നു. അടുത്ത ചോദ്യം, വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ്. വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. അടുത്ത ചോദ്യം, 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാദാസ് ഗുപ്ത ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയായിരുന്നു? 2024 നവംബർ 18 കൊൽക്കത്തയിൽ അന്തരിച്ച ഉമാദാസ് ഗുപ്ത ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയായിരുന്നു ചോദിച്ചാൽ സത്യജിത് റോയിയുടെ ക്ലാസിക് ചലച്ചിത്രമായ പഥേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ബാലനടിയായിരുന്നു ഉമാദാസ് ഗുപ്ത. 2024 നവംബർ 18 ഉമാദാസ് ഗുപ്ത അന്തരിച്ചത്. അത് സത്യജിത് റായിയുടെ ചലച്ചിത്രം അറിയാമല്ലോ, ക്ലാസിക് ചലച്ചിത്രമായിട്ടുള്ള പഥേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടിയായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? K. സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ട് നിയമിക്കപ്പെട്ടത് K. സഞ്ജയ് മൂർത്തിയാണ്. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ വിടവാങ്ങിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായിട്ടുള്ള വ്യക്തി. 2025 ജനുവരിയിൽ വിടവാങ്ങിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. അടുത്ത ചോദ്യം, 2025 വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? 2025 വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി ബീഹാറിലാണ്. 2025 വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി ബീഹാറിൽ. അടുത്ത ചോദ്യം, മോൾഡോവയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? മോൾഡോവയുടെ പുതിയ പ്രസിഡന്റ് മായ സന്ധു. താങ്ക് യു.